ഞങ്ങൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചി ഐലൻഡിലുള്ള ഭ്രാന്തൻ കുരിശൻ്റെ പള്ളിയിലാണ്. ഇത് ഭ്രാന്തൻ കുരിശൻ്റെ നട, കൂനൻ കുരിശ് സത്യം നടന്ന പള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ കുരിശിനെ ഭ്രാന്തൻ കുരിയച്ചൻ എന്ന് വിളിക്കുന്നത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് 3 കഥകൾ കിട്ടി. ആ 3 കഥകൾ ഞങ്ങൾക്കിവിടെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക. ഞങ്ങൾക്ക് കിട്ടിയ 3 കഥകൾ ഞങ്ങളിവിടെ പറയാം. അതിലൊന്നാമത്തെ കഥ ഇങ്ങനെയാണ്. നമ്മുടെ ഏതെങ്കിലും സാധനങ്ങൾ ആരെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്ത് പിടിച്ച് അവർ ആ സാധനം നമ്മൾക്ക് തിരികെ കൊണ്ടുപോയി തരുമെന്നുള്ളത് ഒരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ കുരിശിനെ ഭ്രാന്തൻ കുരിയച്ചൻ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്. പോർച്ചുഗീസ് ഭാഷയിൽ വഴിവക്കത്തെ കുരിശ് എന്നറിയപ്പെടുന്ന പിരാന്തെ ക്രൂസ് എന്ന് പറയുന്ന വാക്ക് ലോപിച്ച് മലയാളികൾ പറഞ്ഞാണ് അത് ഭ്രാന്തൻ കുരിയച്ചനായി മാറിയതെന്ന് വേറൊരു കഥയിൽ പറയുന്നു. മൂന്നാമത്തെ കഥ ഇങ്ങനെ പറയുന്നു. കൂനൻ കുരിശ്, ഇംഗ്ലീഷിൽ ദ ബെൻഡ് ക്രോസ് എന്ന് പറയുന്ന വാക്ക് പോർച്ചുഗീസ് ഭാഷയിൽ പ്രാന്ത ക്രോസ് എന്നാണ് പറയുക. പ്രാന്ത ക്രോസ്. ഈ പ്രാന്ത ക്രോസ് എന്ന് പറയുന്നത് മലയാളികൾ പറഞ്ഞാണ് ഭ്രാന്തൻ കുരിയച്ചനായത് എന്നും പറയുന്നുണ്ട്. ഇത് കുരിയച്ചൻ്റെ നട എന്നും അറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പഴയ കൂനൻ കുരിശ്, അതായത് 1653 മാർത്തോമ ക്രിസ്ത്യാനികൾ ഇവിടെ സമ്മേളിക്കുകയും ഒരു വടം ആ കുരിശിൽ കെട്ടി സത്യം ചെയ്യുകയും ചെയ്ത ആ കുരിശ് തകർക്കപ്പെട്ടു. കുരിശിൻ്റെ സ്ഥാനത്താണ് ഇന്ന് ഈ കുരിശ് പുനഃപ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ വന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ആൾക്കാർ അവിടെ മുട്ടയെ നീന്തുകയും പല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് മുട്ടയെ നീന്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഒത്തിരി ആൾക്കാർ തീർത്ഥാടന കേന്ദ്രമായിട്ട് കുരിശിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഈ ചാപ്പലിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പള്ളിയുടെ അൾത്താരയിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത്. ഈ പള്ളിയുടെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു ഫലകം, ഒരു കല്ലിൽ കൊത്തിയിരിക്കുന്ന ഒരു ഫലകം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുള്ളത് മട്ടാഞ്ചേരിയിൽ തന്നെയുള്ള പഴയ സുറിയാനി പള്ളിയിലാണ്. ഇത് അവിടുത്തെ മുമ്പിൽ തന്നെയുള്ള കുരിശ്, പള്ളിയുടെ മുമ്പിലുള്ള കുരിശ്. AD 52 ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലീഹ കേരളത്തിൽ വന്നുവെന്നും ഇവിടെ 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നുമാണ് വിശ്വാസം. വിശ്വാസപ്രകാരം ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ അധിനിവേശ കാലത്ത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വരികയും ഇവിടെ കോളനിവൽക്കരിക്കുകയും ഇവിടെ മതം പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ റോമിൻ്റെ അധീനതയിൽ, അതായത് മാർപ്പാപ്പയുടെ അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. ഒത്തിരി പീഡനങ്ങൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ നേരെ അവർ പ്രയോഗിക്കുകയും മാർപ്പാപ്പയുടെ കീഴിൽ പോർച്ചുഗീസ് മെത്രാനെ അനുസരിച്ച് ജീവിക്കാൻ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ നിർബന്ധിക്കുകയും ചെയ്തു. ഇവിടെയുള്ള മാർത്തോമ ക്രിസ്ത്യാനികളുടെ പുസ്തകങ്ങളെല്ലാം കത്തിച്ചു കളയുകയും പിതാക്കന്മാരെ ഉപദ്രവിക്കുകയും അഹത്തുള്ള ബാവ എന്ന് പറഞ്ഞ ബാവയെ കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. അതോടെ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്കെല്ലാം കാര്യം മനസ്സിലായി. അവർ ഇവിടെ മട്ടാഞ്ചേരിയിൽ ഒരുമിച്ച് കൂടുകയും അവിടെയുള്ള ഒരു കുരിശിൽ കയറ് കെട്ടി ആ കയറിൽ പിടിച്ചുകൊണ്ട് ഇവിടെയുള്ള മാർത്തോമ നസ്രാണികളെല്ലാവരും കൂടെ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇനി മേലാൽ പോർച്ചുഗീസ് ബിഷപ്പിനെ ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന്. ഇവർ ഈ പ്രതിജ്ഞ ചെയ്ത സമയത്ത് ഈ കുരിശ് ചെറുതായിട്ട് വളയുകയും അന്നു മുതൽ അത് കൂനൻ കുരിശ് എന്നറിയപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പഴയ സുറിയാനി പള്ളി. അതായത് പണ്ട് പുരാതന കാലം തൊട്ടേ ഇവിടുത്തെ ബാവാമാരും ഒക്കെ ഈ പള്ളിയിലാണ് താമസിച്ച് ഭരണം നടത്തിയിരുന്നത്. ഇനി മട്ടാഞ്ചേരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കൂനൻ കുരിശ് ഇവിടെ സ്ഥാപിച്ചത് ഒരു മാത്തനാണ്. മാത്തൻ്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ്. ഈ മാത്തൻ്റെ ചേരിയാണ് പിന്നീട് മട്ടാഞ്ചേരി ആയതെന്നാണ് ഒരു കഥ. ഈ ഭാഗത്ത് അഞ്ചേരി എന്നറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു സമ്പന്ന കുടുംബം താമസിച്ചിരുന്നുവെന്നും അവരൊരു മണ്ണിൻ്റെ വീട്ടിൽ, അതായത് മണ്ണുകൊണ്ടുണ്ടാക്കിയൊരു വീട്ടിലാണ് താമസിച്ചിരുന്നതെന്നും അക്കാലത്ത് താമസിച്ചിരുന്നതെന്നുമാണ് പറയപ്പെടുന്നത്. ഈ പോർച്ചുഗീസുകാർ ഈ മണ്ണിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഇവരെ മഡ് അഞ്ചേരി എന്ന് വിളിച്ചിട്ടാണ് ഇത് മട്ടാഞ്ചേരിയായി ലോപിച്ച് മാറിയതെന്നും പറയപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ.
അടുത്ത വീഡിയോ കാണുന്നത് വരെയും നന്ദി.